അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ പടത്തിൻ്റെ മൂവി ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇദ്ദേഹം മാത്രമേ കണ്ടുള്ളൂ. സോ അദ്ദേഹം പറയും, ഞാനിവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ തലയാട്ടോ. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട് കാണാൻ. അതെ അതെ. അപ്പോൾ അതുപോലെ നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് വർക്കായി സിനിമ. പുള്ളിയുടെ ഈ വർഷത്തെ ഇതുവരെ കണ്ടതിൽ അല്ലേ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് പുള്ളി റാങ്ക് ചെയ്തിരിക്കുന്ന പടം കൂടിയാണ്. മറ്റൊന്നുമല്ല, അതിൻ്റെ പേര് ദ ഇൻവൈറ്റ് എന്നാണ്. ഒലിവിയ വൈൽഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ദ ഇൻവൈറ്റ്. സെത്ത് പെൻലോപ്പി ക്രൂസ്, പിന്നെ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്? ഒലിവിയ വൈൽഡിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലേ? നോട്ടൻ, മറ്റേ എഡ്വേർഡ് നോട്ടൻ. അതായത് ഇപ്പം നമ്മൾ ട്രെയിലർ ടീസർ എന്തോ കണ്ടപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവരുടെ 4 പേരുടെയും പേര് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിലറിൽ. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ലൈനിൽ, ഡാർക്ക് ഹ്യൂമർ ലൈനിലൊക്കെ ചിന്തിച്ചു പോയി. അത്രയൊന്നും ചിന്തിക്കണം, അതിൽ നിന്നൊക്കെ തിരിച്ചു വരുത്തി. ഇതൊരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്, പക്ഷേ ഇത് ഡ്രാമ എന്ന സാധനം എടുത്തു മാറ്റിയിട്ടൊരു ഹ്യൂമറസ് ലൈനിലാണ് കംപ്ലീറ്റ്ലി പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരത്തിൽ ഇതിനു മുമ്പുള്ള 2 പടം നമ്മളിങ്ങനെ വേറെ മറ്റു പല റീസൺസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും എനിക്ക് കാണണം എന്ന് തോന്നിയില്ല. ലാസ്റ്റ് പടം ഡോണ്ട് വറി ഡാർലിംഗ് അല്ലേ? ഡോണ്ട് വറി ഡാർലിംഗ് അതിൻ്റെ പിന്നണിയിൽ നടത്തുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം, അതിൻ്റെ മറ്റേ മെസ്സേജിങ് കാരണം, ട്വിസ്റ്റ് കാരണം കുറച്ച് ശ്രദ്ധ നേടിയായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ കാണണമെന്ന് തോന്നിയെങ്കിലും കണ്ടില്ല. ഇപ്പോൾ ഇത് ഇറങ്ങി എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ടീച്ചർ കണ്ടപ്പോൾ ഇറങ്ങി ഭയങ്കര റിവ്യൂ, പുറത്ത് ഇവിടെ ഒരു അനക്കവും കണ്ടില്ല. ഇവിടെ അത് ആരും ഇതിൻ്റെ പുള്ളി എന്നോട് ഇതിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ഇത് കാണണം എന്ന് പറയുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ ആരും ഇതിൻ്റെ ഡിസ്കഷൻ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മറ്റേ ചൊവ്വാഴ്ച നമുക്കൊരു PVR ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടല്ലോ, 99 രൂപയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇൻവൈറ്റ് എങ്കിൽ ഇൻവൈറ്റ് പോയി കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് കാണണം എന്തായാലും വിചാരിച്ചു. ഇവിടെ വന്നിട്ട് കണ്ട് പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഓക്കെ, നല്ല സാധനത്തിലേക്കാണ് കയറിയേക്കുന്നത്. ഭയങ്കര എനർജി പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ എലമെൻസിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഒരു ഇപ്പം ടൈറ്റിലിംഗ് ആണെങ്കിലും ഹീറോയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി തന്നെ നമ്മൾ ഒരു മെമ്മറി പോലെയാണ്. ഇങ്ങനെ നമുക്ക് വിഷ്വലി എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണത്തില്ല, പക്ഷേ ഒരു വൈഫും ഹസ്ബൻഡും കൂടെ വളരെ ഹാപ്പി ഒരു മൊമെൻറ്റിൽ പിയാനോ പഠിപ്പിക്കുന്ന സൗണ്ടിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ഇങ്ങനെ വായിക്കുക, അതങ്ങനെ വായിക്കുന്ന ഏതോ ഒരു മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു മൊമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കട്ടു ഹീറോയുടെ ഒരു മറ്റേ നമ്മുടെ ഒഡീസിയസിലൊക്കെ പുള്ളി ഒറ്റയ്ക്ക് ഒരു ബീച്ചിൽ കൂടെ നടന്നു പോകുന്ന പോലെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒറ്റയ്ക്ക് ഒരാൾ ഇരിക്കുന്നു, ഇതങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. അപ്പോൾ ആ മെമ്മറിയാണ് എന്ന് പറയുന്ന പോലെ ഹീറോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇതും മറ്റേ ആ ഒരു സെൻറ്റിപ്പടമായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടില്ലേ, ഫ്രെയിമിനുള്ളിൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു കഥയുടെ ഒരു പടത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫ്രെയിമുകൾക്കുള്ളിൽ ഫ്രെയിമുകൾ വെച്ചിട്ട് അത് പടം ത്രൂ ഔട്ട് എനിക്ക് ഫ്രെയിം ചെയ്യണം. അങ്ങനെയാണ് ഈ പടം ഫുള്ള് ത്രൂ ഔട്ട് ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും രസകരമായിട്ട് ഈ പടം ഡയറക്റ്റ് ചെയ്യപ്പെടും. കാരണം അതിൻ്റെ റൈറ്റിംഗ് തന്നെ ഭയങ്കര എനർജി, അതായത് ടക്ക് 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 എന്നാണ് ഇതിൻ്റെ ജോക്സ് വരുന്നതും. അതെല്ലാം ഇങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാം ഇങ്ങനെ വെർബൽ കോമഡി അല്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സിറ്റുവേഷനിൽ നിന്നുണ്ടാവുന്ന ഹ്യൂമറാണ്. പിന്നെ കുറേ കാലം കൂടിയാണ് സെത്ത് ഒരു ഹ്യൂമറസ് റോള് വർക്കാവുന്നതും ആക്ടിങ് വൈസ് ആയപ്പോലും. ഇപ്പോൾ ഒലിവിയ വൈൽഡ് എനിക്കൊന്ന് ഈ 4 ക്യാരക്ടേഴ്സിൽ ഏറ്റവും കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള റോൾ ചെയ്യുന്ന പുള്ളിയാണ്. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വൈഫിൻ്റെ ഫ്രസ്ട്രേറ്റഡ് ഹസ്ബൻഡ് സെത്ത് പുള്ളിയാണ് ഇതിനകത്ത് ഒരു ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന റോള് പുള്ളിയുടെയാണ്. പിന്നെ വരുന്ന 2 മിസ്റ്റീരിയസ്, അവരെയാണ് മേളിൽ താമസിക്കുന്ന കപ്പിൾ, ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു തിയറി ഉണ്ട്. പക്ഷെ ഞാനത് സത്യമാണോ എന്ന് ഓൺലൈൻ തപ്പി നോക്കി. ഇത് ഇങ്ങനെയാണോ ഈ പടത്തിൻ്റെ എൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ട് എനിക്കൊരു മറുപടി കാണുന്നില്ല. പക്ഷെ എനിക്കൊന്ന് പുറത്തും ആരും ഇത് ഈ പടം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക്. അതായത് മേളിൽ നിന്നൊരു കപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഈ വൈഫ്. ഹസ്ബൻഡിന് ഈ കപ്പിളിനോട് വലിയ താല്പര്യമില്ല. അതിന് റീസൺസ് പടത്തിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ റീസൺ കാരണം ഹസ്ബൻഡിന് ഇവരെ കണ്ടുകൂടാ, വൈഫിന് അതേ റീസൺ കാരണം ഇവരെ ഇൻവൈറ്റ് ചെയ്ത് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുണ്ട്. ഒരേ റീസൺ കാരണം. അപ്പം ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇവർ വരുമ്പോൾ തൊട്ട് കുറച്ചൊരു വിയേർഡ്
ഒരിതാണ്. അപ്പം നമ്മൾ ഈ ഡാർക്ക് കോമഡിയൊക്കെ കണ്ട ലൈനിൽ നമ്മൾ വേറെ ലൈനിലൊക്കെ ചിന്തിക്കും, ഈ കൊലപാതകം അങ്ങനത്തെ ലൈൻ സാധനം ഒളിപ്പിച്ച് വെച്ചേക്കുന്നു, മാംസം തിന്നുന്നു, അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതൊന്നുമില്ല, അത് സ്പോയിലറാണ്, അതൊന്നുമില്ല. അങ്ങനെയാണ് ചിന്തിക്കേണ്ട, ഒന്നുമില്ല. ഇതിന്റെ ക്രക്സ് വരുന്നത് സെക്കൻഡ് ഹാഫില്ല, പക്ഷേ അതുവരെ ഒന്നുമില്ലാതെ ഈ പടം ഭയങ്കര രസകരമായിട്ട് എനർജിയിൽ ഇത് കൊണ്ടുപോയേക്കുന്ന ഞാൻ ഇങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ത്രൂ ഔട്ട് ഞാൻ ചിന്തിക്കുന്നത്. മാത്രമല്ല ആക്ടിങ് വൈസ് ആണെങ്കിലും ഈ സ്റ്റേജിങ് ഒക്കെ ഇല്ലേ, ഈ ഇൻഡിവിജ്വൽ ഷോട്ട്സ് ആണ്, അതായത് ഇങ്ങനെ ആൾ ഇങ്ങനെ ആൾ. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇയാളിൽ വെക്കേണ്ടത് എപ്പോഴാണ് അപ്പോൾ ആ സമയത്താണ് ഈ ഫ്രെയിം ഇയാളിൽ വെക്കുന്നത്, മറ്റേ ആളിൽ വെക്കുന്നത്. അങ്ങനെ എക്സ്പ്രഷൻ കട്ട്, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ എഡിറ്റിങ് എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ഈ ഇതൊക്കെ പൊതുവെ പറയുന്നത് ഈ പറയുന്ന ഒഡീസി പോലെ വലിയ പടങ്ങൾക്ക് പറയാറുണ്ട്, ഈ എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ ഗംഭീരമായിരുന്നു, റൈറ്റിംഗ് ഗംഭീരമായിരുന്നു. ചെറിയ പടങ്ങളെ ഇത്രയും ഇത് ചെറിയ പടങ്ങളിൽ ചെറിയ പടമാണ്. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ മേളിൽ താമസിക്കുന്ന കപ്പിളിനെ താഴെ ഇൻവൈറ്റ് ചെയ്യുന്നു ഫുഡിന്. പ്രത്യേകിച്ച് ഒറ്റ ലൊക്കേഷനാണ്, പ്രത്യേകിച്ച് ഊഹിക്കാനൊന്നുമില്ല. ഒരു സംഭവം എന്താ വെച്ചാല് ഇവര് കുറച്ച് കാലമായിട്ട് ഈ താഴത്തെ വീട് റെനോവേറ്റ് ചെയ്യുക. അതായത് താഴത്തെ നിലയെന്ന് പറഞ്ഞാൽ ഈ നായകന്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാണ്. ഈ മറ്റേ ഇവനിത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ഇതില്ല, അതിൻ്റെ ഒരു അപകർഷതാ ബോധമുണ്ട്. അതുകൊണ്ട് പുറത്ത് ആരോടും പറയരുത്, ഇത് ഞാൻ മേടിച്ചതായിട്ട് അറിയിക്കാവുള്ളൂ, അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയരുത്. അതൊരു വലിയ പ്ലേസാണ്. ഈ മേളിൽ താമസിക്കുന്നവർക്ക് ചെറിയൊരു ഏരിയ, ഇതിൻ്റെ ഈ വലിയ വീടിൻ്റെ ഒരു പോർഷൻ, മേളത്തെ ഒരു ചെറിയ പോർഷനല്ല മറ്റേ വീട് താമസിക്കുന്നത്. അപ്പം ഇത് റെനോവേഷൻ നടക്കുന്ന സമയത്ത് കുറേ ബഹളം ഉണ്ടാവുമല്ലോ. അപ്പം അതിന് ഇവരെ വിളിച്ചെന്ന് അപ്പോളജൈസ് ചെയ്യാം. കാരണം അവർ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഈ റെനോവേഷൻ്റെ ശബ്ദം, അവിടെ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ശബ്ദം. എന്നിട്ട് ഈ വീട് കാണാൻ ഇടയ്ക്ക് വരണമെന്ന് ഇവർ ലിഫ്റ്റ് വെച്ച് ഇവരെ കാണുമ്പോൾ പറയുന്നതായിട്ട് കോൺവെർസേഷനിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളെ വീട് റെനോവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വിളിച്ച് വീട് കാണിക്കണമെന്ന് പറയാം. അപ്പം വീട് കാണിക്കുന്നതാണ് ഈ നമുക്ക് ഈ പ്ലോട്ട് നീക്കാനുള്ളത്. ഇപ്പോൾ അടുക്കള കാണിക്കുന്ന ഒരു, അപ്പോൾ അവിടെ വെച്ചൊരു സീക്വൻസ് ഉണ്ടാവുന്നു, പിന്നെ ഇങ്ങനെ ബാത്റൂം കാണിക്കുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ടാവും. അതൊക്കെ ഓരോ സീക്വൻസും ഭയങ്കര രസം. ബാത്റൂം കാണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാണിക്കുന്നു, ഞാൻ ഈ ടൈലിന് വേണ്ടി ഇന്ന സാധനം. അപ്പോൾ അതൊക്കെ ആ കോൺവെർസേഷനൊക്കെ ഫണ്ണി ആക്കുന്നുണ്ട്. അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും എഴുതാനില്ലല്ലോ എന്നൊരു റൈറ്ററിന് ചിന്തിക്കാം. പക്ഷെ അവിടുന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആ കോൺവെർസേഷൻ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കും. ഭയങ്കര നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഒരു പ്ലോട്ട് പോയിന്റ് കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കാനും മാത്രം രസമുള്ളൊരു കോൺവെർസേഷനാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കുകയാണെങ്കിൽ പോലും ആ വൈഡിൽ നീ മാത്രമേ ഉള്ളൂ, നിന്നെ മാത്രം ആ വലിയ ബാത്റൂമിൻ്റെ ഒരു മൂലയ്ക്ക് ഫ്രെയിം ചെയ്തിട്ട് കാണിക്കുകയാണ്. പിന്നെ ഓപ്പോസിറ്റ് ഫ്രെയിമിലാണ് മറ്റേ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പം ആ ഫ്രെയിമിങ്ങൊക്കെ ഭയങ്കര രസം. ഒരുപാട് സമയമെടുത്ത് കൃത്യമായി, ഇപ്പം ഞാനൊക്കെ ഫ്രെയിം ചെയ്യുന്ന പോലെ മറ്റേ ആ OCD ഉള്ള ഒരാൾ ഫ്രെയിം ചെയ്ത പോലത്തെ ഫ്രെയിമിങ്സാണ്. അപ്പോൾ അതൊരു രസമായിട്ടുള്ള എലമെൻ്റ് ആയിട്ട് തോന്നി. ഇങ്ങനെ ആ ഫ്രെയിമിങ് തന്നെ, ഡയറക്ഷനും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എപ്പോൾ കട്ട് ചെയ്യുന്നു, ആരുടെ റിയാക്ഷന് കട്ട് ചെയ്യുന്നു, ഈ ഡിസിഷൻസൊക്കെ ഭയങ്കര രസമാണ്. പടം ത്രൂ ഔട്ട് ഈ 100% ഇത്ര രസകരമായ പേസിങ് അല്ല, പക്ഷേ പേസ് ഡൗൺ ആകുന്ന എപ്പോഴും എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് പിന്നെയും നല്ല എനർജിയിൽ പടം മേളിട്ടു. പിന്നെ എൻഡ് ചെയ്യുന്ന ഈ പറയുന്ന പോലെ ചിലർക്ക് വർക്കാവാത്തൊരു ഇമോഷണൽ പോയിന്റ്, പക്ഷെ അത് അവസാനത്തെ ഒരു 5% ഉള്ളൂ. ഇങ്ങനെ അവസാനം കരച്ചിൽ പോയിന്റ്, ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് പോലെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കോമഡി പടം ഞാൻ പറയുന്നില്ല, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഹൈ എനർജി ഹ്യൂമറസ് പടം കുറച്ച് ഹാപ്പി എൻഡിങ്ങിൽ കൊണ്ട് അവസാനിക്കും. അത് എനിക്ക് വർക്കായി. അപ്പോൾ ചിലർക്ക് അത് അവിടെയും കൊണ്ട് ഹ്യൂമറസ് ആയിട്ട് തന്നെ പോയി അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഈ തുടക്കം കാണിച്ച ആ പിയാനോ സീൻ, ഈ ഫോർ ഷാഡോയിങ് ആണ്, അവിടെയാണ് കൊണ്ട് പടം അവസാനിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന ആ പ്രീവിയസ് മൊമെൻറ്റിൽ കൊണ്ടാണ്, അങ്ങനെയാണ് ഹാപ്പി എൻഡിങ് അവസാനിപ്പിക്കുന്നത്. അതും ഈ പറയുന്ന പോലെ സ്പോയിലറാണ്. പക്ഷെ അത് അങ്ങനെ അത് റിവീൽ ചെയ്തല്ലോ എന്നുള്ള ലൈനിലല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ ചില പോയിന്റ്സിൽ ഉണ്ടാകുന്ന ചില ഡിസയേഴ്സിനെ ജഡ്ജ് ചെയ്യരുത് എന്നൊരു പോയിന്റ് ഉണ്ട്. ചില ഡിസയേഴ്സ് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഡിസയേഴ്സ് നമുക്കുണ്ടാവും. ആ പോയിന്റ് ഹ്യൂമറസ് ആയിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. ചില ഡിസയേഴ്സ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺലി പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഹസ്ബൻഡും വൈഫും വലിയ പ്രശ്നമില്ലാതെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ പടത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 2 ക്യാരക്ടേഴ്സ് പറയുന്ന അങ്ങനത്തെ ഡിസയേഴ്സ് ഉണ്ടാവും. ഒന്നും പെർമനൻ്റ് അല്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് എവിടെന്നെങ്കിലും ഒരു ബ്രേക്ക് ആവില്ല, അത് വർക്കാവാതെ പോലെ. നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഓർത്ത്
മുമ്പോട്ട് പോകും എന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ വിചാരിക്കണ്ട. അത് അവിടെ തൊട്ട് വർക്കാവുന്നില്ലെങ്കിൽ കുട്ടികളെയും കൂടെ ആ മോശം എൻവയോൺമെന്റിൽ നിർത്താതെ അവർ നോട്ടീസ് ചെയ്യുമല്ലോ. ഈ അച്ഛനും അമ്മയും അത്ര ആ പോയിന്റിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് പടം ഒരു സീരിയസ് ടോണിലേക്ക് പോകും. അപ്പം അവിടെ ഒരു പരിധിവരെ ഓഡിയൻസിന് മറ്റേ ഹ്യൂമറസ് ടോണിൽ നിന്ന് ഷിഫ്റ്റ് ആയല്ലോ തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഓക്കെ, നല്ലൊരു എൻഡി കൊണ്ട് നിർത്തി, എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയെന്നോ അതുവരെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ആയിരിക്കും ചിലപ്പോൾ നിനക്കും ഈ പടം കാണുമ്പം അതിലേക്കാണോ കൊണ്ട് എത്തിക്കുന്നതെന്ന് തോന്നാം. എനിക്കിപ്പോൾ അറിയാലോ, എന്നോട് ഓൾറെഡി കഥ പറഞ്ഞാലോ ഓൾറെഡി. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ പോലെ ഈ വീഡിയോയിൽ അകത്തിരുന്നുകൊണ്ട് ഈ ഡിസ്കഷൻ കേൾക്കുകയാണ്. അത് ഞാനീ പറയുമ്പം പൊതുവെ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. കാരണം ഞാൻ തന്നെ ഈ പറഞ്ഞ് പകുതി എത്തുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞതെന്ന് ഞാൻ മറന്നു. ഞാൻ പറഞ്ഞില്ലേ, പടത്തിന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് വെച്ചാൽ ഈ മേളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ക്യാരക്ടേഴ്സ് ഇവരുടെ ഇമാജിനേഷൻ്റെ ഭാഗമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇവരുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണം ഇവർ കുറച്ച് സെപ്പറേഷൻ്റെ വക്കിലാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എൻഡ്യൂർ ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പ് മകൾക്ക് വേണ്ടി. അപ്പം ഈ ഹസ്ബൻഡും വൈഫും ഈ മേളത്തെ ഇവരെ ഇൻവൈറ്റ് ചെയ്യുവാണ്. ഇൻവൈറ്റ് ചെയ്യുന്ന ഈ കോൺവെർസേഷനിലൂടെ മേളിൽ നിന്ന് വരുന്ന ആൾ ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അപ്പം അതായത് ഒരു സൈക്കോ തെറാപ്പിയിലൂടെ ഈ ബന്ധം ആ ലൈൻ ഒരു ട്വിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇവരുടെ തന്നെ ഒരു യങ്ങർ ടൈമിലുണ്ടായിരുന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു തെറാപ്പി സെഷനിലൂടെ ഇവരുടെ പ്രശ്നം സോൾവ് ആവും. അപ്പൊ ആ തെറാപ്പി സെഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഇമാജിനറി ഈ മേളിൽ നിന്നുള്ള രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്ത് അതിലൊരാൾ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ആ സൈക്കോ തെറാപ്പിസ്റ്റിന്റെ സംസാരത്തിലൂടെ ചേഞ്ച് ആവുന്ന അവനാണ്. മറ്റേ റോള് അപ്പം മെയിൽ റോൾ ചെയ്യുന്നത് മേളിൽ നിന്ന് ഒരു കപ്പിളാണല്ലോ വരുന്നത്. മെയിൽ റോൾ ചെയ്യുന്നത് ഇവളുടെ ഫാന്റസീസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഇവളുടെ മനസ്സിലുള്ള അതായത് ഇവള് ഒരു ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ ഇവർ ഈ സെത്രോയിന്റെ ഹസ്ബൻഡ് ക്യാരക്ടർ ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ഈ മേളിൽ നിന്ന് വരുന്ന ആള് എന്ത് ചെയ്തല്ലോ. അപ്പം ഇവള് ചുമ്മാ ഇവർ വരുന്ന സമയത്തായിട്ട് ഒരു റഗ് മേടിച്ച് ചുമ്മാ നിലത്തിരിക്കും. ഇവനിത് വന്നിട്ട് എനിക്ക് റഗ്ഗുകളെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് എന്താണിത്, ഇതൊരു പെയിന്റിങ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. പുള്ളിക്കാരി നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തിന് മനസ്സിൽ എന്തൊക്കെ വേണമെന്ന് തോന്നുന്നു, അതാണ് ഈ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഓരോ ലൈനിൽ അപ്പം പുള്ളിക്കാരത്തി ബാത്റൂമൊക്കെ വിളിച്ച് കാണിക്കുന്നത്. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ടൈല് ചൂസ് ചെയ്ത്. ഈ ടൈലും ഇതും കൂടെ അങ്ങനൊരു ഇതാ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പുള്ളിക്കാരി ആ ബാത്റൂമിൽ ചെയ്തതൊക്കെ ഇവനോട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇവൻ കുറെ കണ്ടിട്ട് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. അല്ലേ അപ്പം പുള്ളിക്കാർക്ക് വേണ്ടതാണ് അവൻ. അത് വേറൊരു വേരിയേഷൻ, അത് വേറൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്, ഇത് പുള്ളിക്കാരത്തിയുടെ തന്നെ ഇമാജിനേഷനാണ് എന്നൊരു ഡൗട്ട് തോന്നി. ലാസ്റ്റ് ആണെങ്കിലും ഇവരൊരു കാസറോളിലൊരു സാധനം കൊണ്ടുവരും ഭക്ഷണം കഴിക്കാം. മേളിൽ നിന്ന് വരുവാണല്ലോ, അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണല്ലോ. അപ്പോൾ ഇവരൊരു കാസറോളിലൊരു സാധനം കൊണ്ടുവരും, ഇവള് ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ഇവരുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് ഇത് കരിഞ്ഞു പോകും, അങ്ങനെ എന്തോ പോകും. അതുപോലെ എടുത്ത് കളയും. ഈ കാസറോളുള്ള സാധനമാണ് ഇവർ പിന്നെ കഴിക്കുന്നത്. എന്നിട്ട് ഈ കാസറോള് എനിക്ക് തിരിച്ച് വേണമെന്ന് ഈ മേളിൽ നിന്ന് വരുന്ന കപ്പിള് പറയും. ഇവൾ ഇത് കഴുകിയിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ അപ്രത്യക്ഷമാവും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവളൊരു സാധനം ഉണ്ടാക്കിയല്ലോ, അതായിരിക്കും ഇവർ കഴിച്ചത്. ഈ കാസറോള് തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം മറ്റവരിങ്ങനെ അപ്പം ഞങ്ങൾ പോയിട്ട് വരാമെന്നൊന്നും പറയാം, അവർ അപ്രത്യക്ഷമാവാണ്. അത് കഴിഞ്ഞിട്ട് കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം. അത് ഏതെങ്കിലും പോയിന്റ് എൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇത് മടുത്തെങ്കിൽ. പക്ഷെ ആ കോൺവെർസേഷൻ്റെ അകത്ത് ഇവരിങ്ങനെ പരസ്പരം വർഷങ്ങളായിട്ട് സംസാരിക്കാതിരുന്നൊക്കെ സംസാരിച്ച് നമുക്കും തോന്നും ഓക്കെ ഇതെന്തോ സോൾവ് ആയല്ലോ എന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് ഇവൻ പോയിട്ട് എല്ലാം മടുത്ത് അവൻ പറയും ഓക്കെ നാളെ നമുക്ക് ഇതിൽ തീരുമാനം ഉണ്ടാക്കാം, നീ ബെഡ്റൂമിൽ കിടന്നു, ഞാൻ എൻ്റെ ഓഫീസിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഓഫീസിൽ പോയിരുന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ വായിക്കാതിരുന്ന ആ പിയാനോ എടുത്ത് വായിക്കും. അപ്പോൾ ഇവള് സൈഡിൽ വന്നിട്ട് ഇരുന്നത് കേട്ടോണ്ടിരുന്നിട്ട് ഇവളിങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതൊരു ഫ്രെയിമിൻ്റെ ഫ്രെയിമാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സോൾവ് ആയി പ്രശ്നം. അപ്പോൾ ഇത് മേളിൽ നിന്ന് രണ്ട് ക്യാരക്ടേഴ്സ് സോൾവ് ചെയ്തിട്ട് അവർ അപ്രത്യക്ഷമാവാണ് ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിപ്പം ഇത് ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ പോലെയാണോ? മേളിൽ ഇങ്ങനെ രണ്ട് കപ്പിള് ജീവിക്കുന്നതായിട്ട് ഇവർക്ക് കുറേ നാളായിട്ട് മേളിൽ രണ്ട് കപ്പിള് താമസിക്കുന്നതൊന്നും ശബ്ദം വെച്ചാണ് ഇവർ തിരിച്ചറിയുന്നത്. ഇവരങ്ങനെ കണ്ടു അങ്ങനൊന്നുമില്ല. അപ്പോൾ ഈ ഇൻവൈറ്റ് ആ ഒരു സൈക്കോ തെറാപ്പി ഇൻവൈറ്റ് ആ സംഭവമാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത് വേറെ ആരും അങ്ങനൊരു ഇത് പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ ChatGPT ചോദിച്ചാൽ പറഞ്ഞാൽ അല്ല മേളിൽ അങ്ങനെ കപ്പിളുണ്ട് പറഞ്ഞു. അവർ എന്തൊക്കെ കാട്ടാം പടം കണ്ടോ സത്യം പടം കണ്ടോടെ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ചോദിച്ചാ. പക്ഷേ മറ്റേ എഡ്വേർഡ് നോർട്ടന്റെ ക്യാരക്ടർ പുള്ളിയും ഒരു പോയിന്റില് പുള്ളിക്ക് സ്ഥിരമാണല്ലോ
അത് ആ ഒരു പോയിന്റ്. അതെ, നമ്മൾ ഫൈറ്റ് ക്ലബ് ബോർഡിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, പുള്ളിയുടെ ക്യാരക്ടർ ഒരു ഹോക്ക് എന്നാ. അപ്പോൾ ത്രൂ ഔട്ട് സെത്രോ ഇതിനെ കളിയാക്കുന്നുണ്ട്. അത് കിളിയാണോ, അത് കിളിയെ കണ്ടിട്ടിട്ട പേരാണ്. അപ്പം അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പുള്ളി ഒരു വളരെ ഇമോഷണൽ സ്റ്റോറിയാണ് പറയുന്നത്. ആ സ്റ്റോറിയുടെ എൻഡിങ്ങും ആ പോയിന്റിലൊക്കെ നമ്മൾ ഇത് ഈ പടം ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ചാൽ അത് എൻഡ് ചെയ്യുന്ന കോമഡി ഇല്ല. അതുകൊണ്ട് ഈ റൈറ്റിങ്ങിന് ത്രൂ ഔട്ട് എൻഡ് ചെയ്യുന്ന കോമഡി ഇല്ല. അപ്പം പുള്ളിയുടെ ക്യാരക്ടറും ഭയങ്കര രസമായിരുന്നു. ഇവരുടെ ആക്ടിങ് അതും ഈ പറയുന്ന ഓസ്കാർസിലൊക്കെ വരാൻ തക്കവണ്ണം ഗംഭീര ആക്ടിങ് ആണ്. എനിക്ക് കുറച്ച് കാരിക്കേച്ചറിഷ് ആണെങ്കിലും ഒലിവിയ വൈൽഡിൻ്റെ ആക്ടിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതുവരെ പുള്ളിക്കാരത്തെ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ചൊരു എന്താ പറയുക, ഒരു മെയിൽ പെർസ്പെക്റ്റീവ് പോലെയാണ്. ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്ത്രീ, അങ്ങനെയായിരുന്നു ത്രൂ ഔട്ട്. അങ്ങനെ ഗംഭീര റോള് ചെയ്തൊരു നടി എന്ന ഇമേജ് പുള്ളിക്കാരത്തിക്കില്ല. പക്ഷെ ഈ പടത്തിൽ പുള്ളിക്കാരത്തി കണ്ട ഒരു ഫേവററ്റ് ആക്ട്രസ് ലൈനിലേക്ക് പുള്ളിക്കാരത്തി മാറത്തക്ക കുറേ സംഗതികളിൽ. ഇടയ്ക്ക് ഇവർ വൈൻ മേടിക്കാൻ പറഞ്ഞു ഇവരോട്. ഇപ്പം ഇവർ വന്നപ്പോഴത്തേക്കും നമുക്ക് വൈൻ പൊട്ടിക്കാം. ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടല്ലേ, ഭാര്യയും ഭർത്താവും. ആ വൈനുണ്ട എടുക്ക് എന്ന് ഭാര്യയോട് പറയാം. അപ്പോഴത്തേക്കും ഭാര്യ വൈനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് 21ാം വാർഷികത്തിന് പൊട്ടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഷാമ്പയിൻ എന്തോ ഉണ്ട്, അതെടുത്ത് പൊട്ടിക്കാന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ കോക്ക് എടുക്കണമല്ലോ, അപ്പോൾ അത് തപ്പുന്നൊരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര അതിൻ്റെ സ്റ്റേജിങ്ങും പിന്നെ ത്രൂ ഔട്ട് പടത്തി ഇവർ മൾട്ടിപ്പിൾ ആളുകൾ ഒരേ സമയം സംസാരിക്കും, ഓവർലാപ്പ് സംസാരിക്കും. അത് പ്ലാൻഡ് ആയിട്ട്, അതായത് നമ്മളെങ്കിൽ പറയുന്ന പോലെ നിങ്ങളെല്ലാം ഇംപ്രവൈസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊരു ബഹളമില്ലേ, അത് ഭയങ്കര അരോചകമാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേർ സംസാരിക്കുന്ന ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർ പറയുന്നത് ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഹ്യൂമറുണ്ട്. ആ ലൈനിലുള്ളൊരു കുറച്ച് സീക്വൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ കുറച്ചധികം സീനുണ്ട്. ഈ സീൻ എടുത്ത് പറയത്തക്ക സീൻസ് ഒന്നുമില്ല. ഈ പടം ത്രൂ ഔട്ട് ഭയങ്കര ഹ്യൂമറസ് ആണ്. ഞാൻ പേഴ്സണലി ഈ വർഷം കണ്ടതിൽ എനിക്ക് ഏറ്റവും വർക്കായ, ഒഡീസി കാണുന്നതിന് മുമ്പ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്, ഈ വർഷം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ടോപ്പ് 5 പടങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞിട്ട്. ഒഡീസി കണ്ടപ്പോൾ അതും ഉണ്ട്. മത്സരിക്കുക ഇംഗ്ലീഷ് പടങ്ങളിൽ. കുറേ കാലമായിട്ട് നല്ല ഇംഗ്ലീഷ് പടങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച് കുറച്ചധികം പടങ്ങൾ വരുന്നുണ്ട്. മെയിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഇവർ തിരിച്ചൊരു ഇൻവൈറ്റ് കിട്ടും ഇവർക്ക് വേറൊരു പരിപാടിക്ക്. അതാണ് പടത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ആ ഇൻവൈറ്റിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ഈ മെൻഡിങ് പ്രോസസ്സ് സ്റ്റാർട്ടാണ്. ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം അകന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെ തിരിച്ചുള്ള ഇൻവൈറ്റ് ഇവർ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യും. അതൊരു ഓർജിക്ക് ഇൻവൈറ്റ് കിട്ടും, ഇവരത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ വിചാരിക്കുക രണ്ടുപേരും അകന്നിരിക്കുകയാണെങ്കിലും ഒരേ മുറിക്കകത്തിരുന്ന് ഇവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുകയും ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഇൻവൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഒരു മെനു ഉണ്ട്, നമുക്ക് താല്പര്യമുള്ള സാധനമൊക്കെ അതിനകത്ത് എഴുതിയിടാം. അങ്ങനെ അതിനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്. ആക്ച്വലി ഒരു ഓക്വേർഡ് ഹ്യൂമർ പ്ലസ് അഡൽട്ട് ഹ്യൂമറാണ്. അതിൻ്റെ എലമെന്റ്സിലേക്ക് പോകുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ നോർമൽ ഹ്യൂമർ പടം പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ വളരെ കാഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്ത് പോകുന്നു. അതാണ് സെക്കൻഡ് ഹാഫിൽ ആ ഹ്യൂമർ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന കുറച്ചുകൂടെ നമ്മൾ ഫാമിലി ഫ്രണ്ട്ലി ഒരു കപ്പിൾ ഹ്യൂമറാണ്. ഇവർ തമ്മിലുള്ള ഉടക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന ഹ്യൂമറും സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഹ്യൂമർ. പിന്നെ അതുകൊണ്ട് തന്നെ ആ എൻഡിങ് എനിക്ക് വർക്കായിരുന്നു. അതുകൊണ്ട് ഞാനത് പടം കണ്ടു തീർന്നുകൊണ്ടേ ആരെങ്കിലും ഒന്നും കൂടെ ഈ പടം കൂടെ കാണടാ എന്ന് ചർച്ച ചെയ്യാൻ സംസാരിക്കാമല്ലോ എന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല ഈ പടം. അതുകൊണ്ട് എല്ലാവരും ഈ പടം ഒന്ന് പോയി കണ്ടിട്ട് കമന്റിൽ വന്ന് ചർച്ചിക്കാനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. ഇതൊരു ഡിസ്കഷൻ ആയില്ല. നിങ്ങളോടൊപ്പം ഈ ഡിസ്കഷൻ കേൾക്കാൻ ഈ വീഡിയോ കേൾക്കാതിരുന്ന ഞാൻ അല്ലേ, ഈ പടം കാണാൻ അവസരം ഉണ്ട്. നമുക്ക് ചാൻസ് കുറവാണ്. പറ്റിയാൽ പോയി കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ റിലീസ് വരെ വെയിറ്റ് ചെയ്ത് വരും. ഇതിനു വേണ്ടി ഇപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കണ്ടാലും ഒരു ഇതിനകത്ത് നമ്മൾ ഈ വീട് ഒരുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ വീട് ഒരുക്കുമ്പോഴത്തേക്കും പുതിയ ഇവൻ വന്നപ്പോഴത്തേക്കും വീട് ത്രൂ ഔട്ട് പുതിയ കുറേ സാധനങ്ങൾ ഇരിക്കുന്നു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ വീട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇവള് ഇപ്പം ഇതുപോലെ സോഫയ്ക്ക് ചുറ്റും നടുക്കൊണ്ടൊരു വലിയ ഫ്ലവർ വൈസ് വെക്കും അലങ്കരിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നീട് ഒരു സീക്വൻസ് ഇവരെല്ലാം വട്ടവരും ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ നേരത്തെ വിഷയം പറയുമ്പോഴത്തേക്കും ആ ചർച്ചയുടെ ഇടയ്ക്ക് ഇവൾ ഈ ഫ്ലവർ വൈസിന് പുറകെ ഇരിക്കും. ഈ ഫ്ലവർ വൈസ് ഇവള് തന്നെ പൊക്കിയെടുത്ത് മാറ്റി വെക്കും. അങ്ങനെ കുറേ എലമെന്റ്സ് ആണ് ഈ പറയുന്ന പോലെ കോൾ ബാക്ക് എന്നൊക്കെ പറയുന്നത്. ഇവള് തന്നെ അലങ്കരിച്ച് ഓരോ സാധനങ്ങൾ ഇവിടെ എടുത്ത് മാറ്റുവാണ്. കാരണം ഈ സംസാരം മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഇവൻ ഈ കപ്പിളിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് റീസണിങ് ഉണ്ട്.
ഞാനിതൊക്കെ ഈ സസ്പെൻസ് പോലെ പറയുന്നത്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോവാത്തത്. ആ റീസണിങ് റിവീൽ ചെയ്യുന്ന അപ്പോൾ ആ കപ്പിളിൻ്റെ അടുത്ത് തുറന്നു പറയണേ, ഇത് കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. കാരണം തുടക്കം തൊട്ട് ഈ കപ്പിളിൽ ഇവൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഓണസ്റ്റിയാണ് മറ്റേ തിയറിക്കും ലീഡ് ചെയ്യുന്ന ഈ ഒരു സംഭവം. വന്ന് അവർ പറയുന്നത്, എടാ ഞാൻ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓണസ്റ്റിയാണ്. അപ്പോൾ എപ്പോഴും ഓണസ്റ്റ് ആയിട്ട് പറയൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളെ കൊണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഇല്ല ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയും, അത് കള്ളവാ എന്ന് പറയും. അപ്പം ഇവർ വിശ്വസിക്കുന്നില്ല, ഇവൻ കള്ളം പറഞ്ഞിട്ടും അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്നുണ്ടായ ഒരു ഇതാണെങ്കിലല്ലേ ഈസി ആയിട്ട് അങ്ങനെ പറയത്തുള്ളൂ. ഇവർ പറയാം അല്ല അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവനീ ഇത് റിവീൽ ചെയ്യും, എന്തുകൊണ്ടാണ് ഇവന് അവരെ ഇഷ്ടപ്പെടാത്തെന്നുള്ള ഫാക്ടർ റിവീൽ ചെയ്യും. അപ്പം ഇങ്ങനെ മറ്റേ ആദ്യമായിട്ട് ഈ ലൈറ്റിംഗ് ഒക്കെ ചേഞ്ച്, ഇവരിങ്ങനെ നടന്നു വന്നിട്ട് ഒരു ലാമ്പിൻ്റെ അടിയിൽ നിന്ന് പറയാം. അതായത് ആദ്യമായിട്ട് ദേഷ്യം പെടുന്ന ഇങ്ങനെ ഹൊറർ ലൈറ്റിംഗ് ഇല്ല അടിയുന്ന അങ്ങനൊരു സംഭവമൊക്കെ അവിടെ തൊട്ടാണ് ഈ പടത്തിൽ ക്യാമറ അനങ്ങി തുടങ്ങും, മറ്റേ മൂവ്മെൻറ്റും പരിപാടികളൊക്കെ തുടങ്ങും. അപ്പം എന്തോ ഒരു ചേഞ്ച് അവിടെ തൊട്ട് സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ഡയറക്ടോറിയൽ പരിപാടി. അങ്ങനെ ഇപ്പം നീ ഇൻട്രസ്റ്റ് ഇപ്പം ഈ ടോക്കി സിനിമകളിൽ നിനക്ക് അത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഇതിനകത്ത് ഡയറക്ഷൻ, ആക്ടിങ്, മെയിനായിട്ട് ആക്ടിങ്, പിന്നെ ഡയറക്ടിങ്, റൈറ്റിങ്, എഡിറ്റിങ് എല്ലാം ആയി. എന്നാലും മ്യൂസിക് ഭയങ്കര ഫാക്ടർ. ത്രൂ ഔട്ട് ഇവർ ഒരു എപ്പിക്സ് ഒക്കെ മ്യൂസിക് എത്തില്ല, ഭയങ്കര ഓർക്കസ്ട്രേഷൻ. അങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഓർക്കസ്ട്രേറ്റഡ് ഇതോടുകൂടി വളരെ ചെറിയൊരു പടം കാണും. അപ്പം എനിക്ക് ഒന്ന് ഇതിൻ്റെ ഒരു മെയിൻ തീമുണ്ട്, അത് ട്രെയിലറിലുള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് അത് കേൾക്കാറുണ്ട്. അതും ഭയങ്കര രസമാണ്. അത് കേട്ടാലും മനസ്സിലാവും ഒരു പടത്തിൻ്റെ ഒരു വൈബ്. കുറച്ചധികം പടം കണ്ടിട്ടിപ്പോൾ ഒരാഴ്ചയായി, കുറച്ചധികം കാര്യങ്ങൾ അന്ന് സംസാരിക്കണമെന്ന് തോന്നിയായിരുന്നു. ഇപ്പം ഞാൻ പലതും സ്വാഭാവികമായിട്ടും മറന്നുപോയി. പിന്നെ ഇതിൻ്റെ എൻഡിങ്ങിൽ പറയുന്നൊരു അതും ഒരു തീമാന്ന് തോന്നുന്നു. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഈ പ്രണയം, അതിനെക്കുറിച്ചൊരു സംഭവം ഈ പടം തുടങ്ങുന്നതിന് എഴുതി കാണിക്കുന്ന വൺ ഷുഡ് ഓൾവേസ് ബി ഇൻ ലവ് എന്ന്. ദാറ്റ് ഈസ് വൈ വൺ ഷുഡ് നോട്ട് മാരി. അങ്ങനെയാണ് പടത്തിൻ്റെ തീം തന്നെ. അതായത് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാൾ മാരീഡ് ലൈഫിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ പലരെ പ്രേമിക്കുക, അല്ലെങ്കിൽ ഒരേ വ്യക്തിയെ തന്നെ പലതരത്തിൽ ആ ലവ് ഡിഫറെൻ്റ് ആക്കിയത് ഫ്രഷായിട്ട് വെക്കുക എന്നുള്ള പരിപാടി. അപ്പം ഇതിനകത്ത് ഈ മേളിൽ നിന്ന് വന്ന കപ്പിളെന്ന് പറഞ്ഞാൽ അവർ 1 വർഷമായിട്ടുള്ളൂ മീറ്റ് ചെയ്തിട്ട്. അവർക്ക് രണ്ടുപേർക്ക് ഇതിനു മുമ്പ് വേറെ പ്രീവിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വർക്കൗട്ടായില്ല, അടുത്തതിലേക്ക് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അവരവരുടെ ഇന്ന ആവശ്യങ്ങൾ കാരണം ഞങ്ങൾ പിരിഞ്ഞു, ഇന്ന കാര്യങ്ങൾ കാരണം നമ്മൾ അങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കമൻട്രിയും പരിപാടികളൊക്കെ ഉണ്ട്. ഈ പറയുന്ന സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് പുരുഷന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതൊരു വലിയ പ്രശ്നമാണോ എന്നൊരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിൽ സെത്രോഗൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. അതൊക്കെ രസമുണ്ട് ഈ പടത്തിൽ. അത് ഈ ഹ്യൂമറസ് ആയതുകൊണ്ട് ഇതാന്ന് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആംഗിൾ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തമാശയിലൂടെ. അതായത് ഇപ്പം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എല്ലാവരും ഈഗോ ഉള്ളവരാണല്ലോ. അപ്പം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഈഗോ ഉള്ളവരാണ്. അപ്പം നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പടത്തിൽ നിന്ന് നല്ല കാര്യം പറഞ്ഞാലും അത് നല്ല കാര്യമാണെങ്കിലും അത് അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരു ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ഈഗോ കാരണം അത് ഞാൻ അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഞാനത് അംഗീകരിക്കത്തില്ല എന്നുള്ള ഒരു ഇതിലുണ്ടല്ലോ. തമാശ പറഞ്ഞാൽ നമ്മളും അതിൻ്റെ കൂടെ ഓക്കെ അത് ചിന്തിക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ എന്ന് തോന്നും. കാരണം നമ്മളാണ് ആ ഡിസിഷൻ എടുക്കുന്നത്. അതാണ് അങ്ങനൊരു അപ്രോച്ച് ഇതിനകത്ത് പല വിഷയങ്ങളിലും ഉണ്ട്. ഇതൊക്കെ ഹ്യൂമറസ് ആയിരുന്നു, ചിരിക്കാനുണ്ട്. എല്ലാവർക്കും അങ്ങനെ സീൻസ് ഉണ്ട്, ഹ്യൂമറസ് സീൻസ്. അപ്പോൾ ഈ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അറിയത്തില്ല. ഇത് കണ്ടിട്ട് ആരൊക്കെ ഈ പടത്തിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാം ശ്രദ്ധിക്കാതിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഇവൻ ഇതിന്റെ അടുത്തിരുത്തിക്കുക തലയാട്ടത് എല്ലാവരും ഇങ്ങനെ ഇത് എന്ത് ഇൻവൈറ്റ് ആരും പറഞ്ഞു കേട്ടില്ല ഇത് എന്താണ് ഈ സാധനം. പക്ഷെ ഒരിക്കൽ അംഗീകരിക്കും നിങ്ങളൊക്കെ. അതെ, ഇത് എല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഒരുപാട് പേര് ഓടി വരും. എല്ലാവരും ഓടി വരും വിജാലേട്ടൻ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നേരെ തിരിച്ച് ഈ പറയുന്ന പോലെ ഈ പടം കണ്ടിട്ടാണ് ഇയാൾ ഇത്ര കാര്യം അങ്ങനെയില്ല. കാരണം ഇത് ത്രൂ ഔട്ട് ഓക്വേർഡ് ഹ്യൂമറാണ്. ആ ലൈൻ സംഭവം ഭയങ്കര വർക്കാണ്. എനിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ്സിൽ നിന്നുണ്ടാവുന്ന ഹ്യൂമർ. ആക്ടിങ് കാരണം ഞാൻ കണ്ട് ഇരുന്ന് പോയി അറിയാതെ ഫുള്ള് കണ്ട്
അത് വളരെ റെയറായിട്ട് അങ്ങനെ ഒരു തമാശ എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് ഹ്യൂമർ, ബ്രിട്ടീഷ് ഹ്യൂമർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പൊതുവെ അമേരിക്കൻ ഹ്യൂമർ പടം ഒരുമാതിരി ഭയങ്കര ഇവർ പോകുന്നൊരു ലൈനൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് അത്ര വർക്കാകത്തില്ല. ഈ അവർ ഹ്യൂമർ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് പോകും എപ്പോഴും, അവിടുന്ന് അവർക്ക് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ഇൻവെൻറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് എപ്പോഴും എനിക്ക് വർക്കാകത്തില്ല. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കാണണമെന്ന് ഉണ്ട്. ഇതിപ്പോൾ തന്നെ ഞാൻ 4 തവണ പറഞ്ഞു. അതെ, ഇത് കണ്ടിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന എല്ലാവരും കാണുക. പിന്നെ ത്രൂ ഔട്ട് പുള്ളിക്കാരത്തി സ്ഥിരമായിട്ട് ലിസൺ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് ഇന്ന് റിലേഷൻഷിപ്സിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അതും ഒരു സൈക്കോതെറാപ്പിസ്റ്റ് എന്തോ പറയുന്ന ഒരു പോഡ്കാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും ഈ പറയുന്ന ഈ മേളിലുള്ള ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം അതിനകത്ത് പറയുന്നൊരു സാധനമാണ്, ഇപ്പം നമ്മൾ വൈഫും ഹസ്ബൻഡും കൂടെ അടി വെക്കുവാണെങ്കിൽ ഹസ്ബൻഡിനോട് ഇറങ്ങി പുറത്ത് പോകാൻ പറയാം, എന്നിട്ട് വീണ്ടും വീട്ടിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറയാം, എന്നിട്ട് നിങ്ങളുടെ മൂഡ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ അപ്പം ഇടയ്ക്കുള്ള തുടക്കം ഇതൊക്കെ അടിയൊക്കെ പറയും, നിർത്ത്, പോഡ്കാസ്റ്റ് ഞാൻ സാധനം കണ്ടു, നിങ്ങൾ ഇറങ്ങി പുറത്ത് പോകാൻ പറയാം. അപ്പം പുറത്ത് പോയി നിന്നിട്ട് വീണ്ടും കഥ പറഞ്ഞു ഹണി ഐ എം ഹോം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരും. അപ്പം പെട്ടെന്ന് മൂഡിങ്ങനെ ചേഞ്ച് ആകുമ്പോഴത്തേക്കും അവൾ പറയോ ഓക്കെ അത് വർക്കാവുന്നുണ്ട് ആ സാധനം. അപ്പം ആ പോഡ്കാസ്റ്റിൽ കണ്ടു എന്ന് പറയുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്, ഇങ്ങനെ ഞാൻ പോഡ്കാസ്റ്റ് ഈ സാധനം കണ്ടു, മറ്റവരൊന്നും സംസാരിക്കും ഞാൻ ആ പോഡ്കാസ്റ്റിൽ ഇത് കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്ത് വേറെന്തോ സാധനമുണ്ട്, വേറെന്തോ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നിയത്. നീ കണ്ടു നോക്ക്, ചിലപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം ഞാൻ എപ്പോഴും പടം കാണുമ്പോൾ ഇങ്ങനെ അതിലേക്ക് പോകത്തില്ല, ഞാൻ സർഫസിലുള്ള പരിപാടി കണ്ട് വിടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ആരെങ്കിലും പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ ആ സീൻ പറഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാമല്ലോ. എനിക്ക് പെട്ടെന്ന് ആ സീൻ പറഞ്ഞ് ഇപ്പം ഈ പറഞ്ഞ പോലെ വഴക്കിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് നമ്മൾ ഇത് പറയരുത്. ഇപ്പം ആദ്യം ഒരു തുടക്കം തന്നെ ഭർത്താവും ഭർത്താവും സംസാരിച്ചുകൊണ്ട് വഴക്കായി മാറിയിട്ട് പെട്ടെന്ന് ഭാര്യ ഇങ്ങനെ പുറകം പാകും, എന്നിട്ട് പുള്ളി നേരെ ഡോർ വന്ന് പുറത്തോട്ട് ഡോർ അടച്ചിട്ട് പുള്ളി ഇങ്ങനെ പുള്ളി ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഡോർ തുറന്ന് വീണ്ടും അകത്തോട്ട് കയറിയിട്ട് പുള്ളി നേരെ ഈ പറഞ്ഞ പോലെ വന്നു. അപ്പോൾ ഈ ഭാര്യ വരുന്നത് നിങ്ങൾ വന്നോ എന്തോ അങ്ങനെ. അപ്പോൾ അത് നമ്മൾ അത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനകത്തൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനമായിരിക്കും. ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് നല്ല സാധനം. ഒരൊറ്റ റൂം 2 പേര്. അതെ, അതുപോലും ചെയ്യാൻ പറ്റത്തില്ല. അല്ല അത് നമുക്ക് ആലോചിക്കാം. ഇത് കണ്ടു ഇൻവൈറ്റ്. എനിക്ക് ഇൻവൈറ്റ് കണ്ടപ്പോൾ വേറൊരു കഥ ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥ വന്നത് വന്നിരിക്കേൻ കഥ, അതും ഷോർട്ട് ഫിലിമാണ്. എന്തായാലും ഐ ഇൻവൈറ്റ് യു ടു ഇൻവൈറ്റ്. ഇപ്പോൾ ഇൻവൈറ്റ് കാണാനുള്ളവർ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറ്റുന്നവർ കാണുക. അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ അതിൻ്റെ ഒരു റൺ കഴിഞ്ഞ് അതെ അതിൻ്റെ ഡിജിറ്റൽ റിലീസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. ഞാനും കണ്ടില്ല, ഞാനും കാണാൻ വെയിറ്റിംഗ് ആണ്. സോ അഥവാ പടം കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റിൽ പറയൂ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം. അല്ലേ, എന്തോരം കാര്യങ്ങളാണ്.